വാപ്പാക്ക് അറബിൻ്റെ നിന്ന് തല്ല് കിട്ടുമായിരുന്നു, മുഖത്തൊക്കെ വാപ്പാൻ്റെ തുപ്പിയിട്ടുണ്ട്, കൂടെ ചിരിച്ച് കളിച്ച് നടന്നവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. പെൺകുട്ടിയല്ലേ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്? ചിലപ്പോൾ കസിൻസൊക്കെ നല്ല മാല നല്ല വള ഒക്കെ ഇട്ടിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. റോട്ടിൽ കൂടിയൊക്കെ പോകുമ്പോൾ നല്ല വീടൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇതായിരുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് അരി മാത്രമേ ഉള്ളൂ. കറി വെക്കാനുള്ള സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. എന്തിനും ഉപ്പ് പോലും നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. അങ്ങനെ അരി വേവിച്ചിട്ട് ചോറിൽ പഞ്ചസാര ഇട്ട് കുഴച്ചിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഹലോ, എൻ്റെ പേര് സുൽഫത്ത്. ഞാനൊരു ചെറിയ യൂട്യൂബറും ഇൻഫ്ലുവൻസറും ആണ്. ഞാൻ പാലക്കാട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എൻ്റെ ഫാമിലി, എൻ്റെ പാരൻസിനെ പറ്റി അറിയണം. ഞാൻ ഇമ്മ, വാപ്പ, കാക്കു, താത്ത, ഞാൻ അടങ്ങുന്ന 5 ആൾക്കാരാണ് ഞങ്ങളുടെ ഫാമിലിയിലുള്ളത്. വാപ്പാനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാപ്പാൻ്റെ ചെറുപ്പത്ത് വാപ്പാൻ്റെ വാപ്പ മരിച്ചുപോയി. അങ്ങനെ വാപ്പാൻ്റെ 4ാം ക്ലാസ്സിൽ വാപ്പാൻ്റെ പഠിത്തമൊക്കെ നിർത്തി. ആ ഒരു 10-11 വയസ്സിൽ വാപ്പ ജോലിക്ക് പോയി തുടങ്ങി. വാപ്പാനെയും കൊണ്ട് ആ പ്രായത്തിൽ കഴിയുന്ന ജോലിക്കൊക്കെ വാപ്പ പോയി തുടങ്ങിയിരുന്നു. വീട്ടുജോലിക്ക് പോകും, തെങ്ങിൽ കയറാൻ പോകും, അങ്ങനെ പലതരത്തിലുള്ള ജോലിക്കും വാപ്പ പോയിരുന്നു. ചെറുപ്പം മുതലേ എൻ്റെ വാപ്പ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇമ്മയും വാപ്പൻ്റെയും 1997 ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 മക്കൾ, കാക്കു, താത്ത, ഞാൻ ഉണ്ടായി. ആ ടൈമിൽ വാപ്പാൻ്റെ ജോലി എന്ന് പറയുന്നത് ഹോട്ടൽ പണിയായിരുന്നു. ഹോട്ടൽ പണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ലീവ് ഒന്നും കിട്ടില്ല. ഒരു ദിവസം പോലും നമുക്ക് ലീവ് കിട്ടില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ചെറുപ്പത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ വാപ്പ അന്നത്തെ ദിവസം ലീവ് എടുക്കണം. ഹോസ്പിറ്റലാണെങ്കിൽ നമ്മുടെ അടുത്തൊന്നുമില്ല, ടൗണിൽ പോകണം, പാലക്കാട് സിറ്റി ആ ഭാഗത്തേക്കൊക്കെ പോകണം. അപ്പോൾ വാപ്പ ഒരു ദിവസത്തെ ലീവ് എടുത്തിട്ട് ഞങ്ങളെ കൂട്ടി പോകും. അതും വാപ്പ ഡെയിലി 65-70 രൂപയ്ക്കായിരുന്നു അന്നത്തെ കൂലിക്കായിരുന്നു വാപ്പ ജോലി ചെയ്തിരുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേനും പിറ്റേ ദിവസം പണിക്ക് പോകുമ്പോൾ വാപ്പാക്ക് അവിടെ പണിയില്ല പറയും. അങ്ങനെ പിന്നെ വാപ്പ അവിടുന്ന് പോയിട്ട് വേറെ പണി അന്വേഷിച്ച് നടക്കും. ഹോട്ടലിൽ വേറെ എന്തെങ്കിലും പണി തുടങ്ങിയിട്ട് പിന്നെയും നമ്മൾക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ ഹോസ്പിറ്റലിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെയും വാപ്പാൻ്റെ പണി പോകും. അങ്ങനെ പിന്നെയും വാപ്പ പണി അന്വേഷിച്ച് നടക്കും. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ആയിരിക്കും വീട്ടിൽ വരിക. അപ്പോൾ വാപ്പ അധ്വാനിച്ച് കൊണ്ടുവന്ന് വരുന്ന പൈസ കൊണ്ട് വേണം വീട്ടിൽ സാധനങ്ങളും ഇതൊക്കെ വാങ്ങാൻ. അപ്പോൾ ആഴ്ചയിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സാധനങ്ങളും പച്ചക്കറികളൊക്കെ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകും. വാപ്പ വരുന്നവരെ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ വീട്ടിലത്തെ സാധനങ്ങളൊക്കെ കഴിഞ്ഞ് ഉപ്പ് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചോറിൽ പഞ്ചസാര ഇട്ടിട്ട് കുഴച്ച് തന്നിട്ടുണ്ട്. ആ ടൈമിൽ വാപ്പാക്ക് കൂലി ഇത്ര ചെറുതായതുകൊണ്ട് തന്നെ വാപ്പാക്ക് നമുക്ക് ഡ്രസ്സോ സാധനങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങി തന്നെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ വീട്ടിൽ അണ്ണാച്ചി വരും, അങ്ങനെ ആഴ്ചയിലും അങ്ങനെ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ നമുക്ക് പറ്റുന്ന തുക കൊടുത്തിട്ട് നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കും. അതും പെരുന്നാളിന് വർഷത്തിൽ 1 വട്ടമൊക്കെ ഇരിക്കും, 1-2 വട്ടമൊക്കെ ഇരിക്കും നമ്മൾ ഡ്രസ്സ് വാങ്ങുക. അങ്ങനെ റൊക്കായിട്ട് വാങ്ങാൻ നമ്മുടെ അടുത്ത് പൈസ ഇല്ല. അങ്ങനെ വീട്ടിലോ കുടുംബത്തിലോ ആരുടെയെങ്കിലും പരിപാടിയോ കല്യാണമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇട്ട ഡ്രസ്സ് തന്നെ വീണ്ടും ഇട്ടിട്ട് പോകും. അപ്പോൾ കസിൻസും കാര്യങ്ങളൊക്കെ നല്ല മാല നല്ല വള നല്ല കുപ്പായമൊക്കെ ഇട്ടിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് അതിനുള്ള സാമ്പത്തികമൊന്നുമില്ല. നമ്മൾ അത് കണ്ടിട്ട് അങ്ങനെ വരും. ഉമ്മാൻ്റെ അടുത്തും അപ്പാൻ്റെ അടുത്തും പറഞ്ഞാൽ അവർക്കും അത് സങ്കടമാകും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയൊന്നുമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും. അങ്ങനെ വാപ്പ ഞങ്ങളെ വളർത്താനും കുടുംബം നോക്കാനും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാപ്പാക്ക് ഹോട്ടൽ പണിയിൽ നിന്ന് വാപ്പാക്ക് ലോഡിങ്ങിൽ പണി കിട്ടി. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി. നമുക്ക് ഭക്ഷണത്തിനും കാര്യത്തിനും ഒന്നും ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ ജീവിച്ചു തുടങ്ങി. പക്ഷെ വാപ്പ ഭയങ്കര പിശുക്കനായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് വാപ്പ കുറേ ഒതുക്കി ഇങ്ങനെ കൂട്ടി വെച്ച് ഞങ്ങൾ എന്തെങ്കിലും വാപ്പ എനിക്കത് വേണം എന്ന് പറഞ്ഞാൽ അന്ന് വാപ്പാക്ക് വലിയ സാമ്പത്തികമൊന്നും ഇല്ലെങ്കിലും എൻ്റെ കുട്ടി അങ്ങനെ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് വാപ്പ ഒരുക്കൂട്ടി നമ്മൾ പറഞ്ഞതൊക്കെ നമുക്ക് വാപ്പ വാങ്ങിത്തരുകയൊക്കെ ചെയ്തിരുന്നു. വാപ്പാക്കൊന്നും വാങ്ങിയില്ലെങ്കിലും ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് വാപ്പയും ഇമ്മിയും ഒരുപോലെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാപ്പാക്ക് സൗദിയിൽ പോകാൻ ഒരു ചാൻസ് കിട്ടി. അങ്ങനെ വാപ്പ അങ്ങോട്ട് പോയപ്പോൾ വാപ്പാക്ക് അങ്ങോട്ട് പോയാൽ അറബിയൊക്കെ അറിയണമല്ലോ. വാപ്പാക്ക് അറബി അറിയില്ല. അറബിയും വാപ്പാക്ക് അറിയണില്ല. വാപ്പ പറയണ മലയാളം അറബിക്കും അവിടെ മനസ്സിലാവണില്ല. അങ്ങനെ വാപ്പാക്ക് അറബിൻ്റെ നിന്ന് തല്ല് കിട്ടുമായിരുന്നു, മുഖത്തൊക്കെ വാപ്പാൻ്റെ തുപ്പിയിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. അങ്ങനെ
അവിടെ എൻ്റെ വാപ്പ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വാപ്പ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ പിടിച്ചു നിന്നു. കാരണം വാപ്പാൻ്റെ കുട്ടിക്കാലം പോലെ ഞങ്ങളുടേതാവരുതെന്ന് വാപ്പാക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വാപ്പ അവിടെയും പിടിച്ചു നിന്നു. പിന്നെ അവിടെ നിന്ന് 4-5 മാസം കഴിഞ്ഞപ്പോഴത്തേനും വാപ്പാക്ക് ഭാഷയൊക്കെ മനസ്സിലായി തുടങ്ങി. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വാപ്പ 4-5 വർഷം അവിടെ ജോലി ചെയ്തു. ഞങ്ങൾ 3 ആളിനെയും നന്നായിട്ട് പഠിപ്പിച്ചു. അപ്പത്തേനും എൻ്റെ സിസ്റ്ററിന് കല്യാണപ്രായമായി. അവളെ നല്ല രീതിയിൽ വാപ്പ കല്യാണം കഴിപ്പിച്ചു വിട്ടു. ആ ഒരു ടൈമിലാണ് ഞാൻ ടിക്ടോക്ക് തുടങ്ങുന്നത്. ഞാൻ എൻ്റെ 8-9 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ടിക്ടോക്ക് തുടങ്ങുന്നത്. അങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പം വീഡിയോസും കാര്യങ്ങളിലും അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ തന്നെ നാട്ടുകാരും കുടുംബക്കാരും ചെറിയ രീതിയിലുള്ള ചെറിയ ചെറിയ സംസാരങ്ങൾ വന്നു തുടങ്ങി 4 ഭാഗത്തു നിന്നും. പിന്നെയും എൻ്റെ വീഡിയോസ് അത്യാവശ്യം ഒന്നും കൂടി റീച്ചായി തുടങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവരും സംസാരിച്ചു തുടങ്ങി. അപ്പോഴത്തേനും ടിക്ടോക്ക് ബാനായി. അപ്പോഴും റീൽസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ടിക്ടോക്ക് ബാനായ ടൈമിൽ റീൽസിലും എനിക്ക് വീഡിയോസൊക്കെ ഇടുമ്പോൾ നല്ല റീച്ചും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിരുന്നു. പക്ഷേ നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ പെൺകുട്ടിയല്ലേ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള സംസാരം നമ്മളെ കുറ്റപ്പെടുത്തുക, അവഗണിക്കുക, പരിഹസിക്കുക, പുച്ഛിക്കുക ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും വലിയ ഒരു മൈൻഡിൽ എടുത്തില്ല. ഞാൻ നെവർ മൈൻഡ് എന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് പോയി. ആ ടൈമിൽ നമ്മുടെ വീടെന്ന് പറയുന്നത് വളരെ കുഞ്ഞു വീടാണ്. പണ്ടൊക്കെ ഷെഡൊക്കെ കെട്ടിയിട്ട് ഓല മേഞ്ഞ് അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ വീട്. പിന്നെ പഞ്ചായത്തിൽ നിന്ന് പാസ്സായിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട് വെച്ചത്. അന്നും ഇന്നും ഞങ്ങളുടെ വീട് അത് തന്നെയാണ്. ഞങ്ങളുടെ വീട് എത്ര ചെറുതായാലും ഞങ്ങൾക്കത് സ്വർഗം തന്നെയാണ്. പക്ഷേ എല്ലാവരുടെയും ആഗ്രഹമുള്ള പോലെ തന്നെ നമുക്കും നല്ല വീടൊക്കെ വെക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് വഴി സൗകര്യം കൂടി നമ്മൾ ഇരിക്കുന്ന വീട്ടിലേക്കില്ല. നമുക്ക് റോട്ടിൽ കൂടിയൊക്കെ പോകുമ്പോൾ നല്ല വീടൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇതായിരുന്നു. നമുക്ക് അങ്ങനത്തെ വീടില്ലല്ലോ. അന്നത്തെ ആ കാലത്തിന് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, നല്ലൊരു വീടില്ല എന്നുള്ളൊരു കാര്യം. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലിയൊക്കെ സെറ്റായി. അങ്ങനെ വാപ്പയും കാക്കും പാടെ നിന്നിട്ട് കുറച്ച് വഴി സൗകര്യമുള്ള സ്ഥലം വാങ്ങി. ഞങ്ങൾ ഇപ്പം ഇരിക്കുന്ന വീട്ടിലേക്ക് വഴി സൗകര്യം കൂടി ഇല്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വണ്ടി കൂടി വരില്ല. അങ്ങനെ വാപ്പാനും കാക്കും കൂടെ ചേർന്നിട്ട് വഴി സൗകര്യമുള്ള ഒരു സ്ഥലം വാങ്ങി. പക്ഷെ ആ സ്ഥലം വാങ്ങിയപ്പോഴും നമുക്ക് കുറച്ച് കടം വന്നു. അങ്ങനെ ഈ കടവും കാര്യങ്ങളും വീട്ടിലത്തെ ബുദ്ധിമുട്ടും ആ കടം വീട്ടാനും വാപ്പ കുറേ ബുദ്ധിമുട്ടുന്നതൊക്കെ കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും വരുന്ന ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉമ്മ വന്നിട്ട് ഒരു ദിവസം പറഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്നുള്ളത്. പക്ഷെ നമ്മൾ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആര് കാണാനാ, വ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ എനിക്കൊരു ഹോപ്പും ഉണ്ടായിരുന്നില്ല വീഡിയോസൊക്കെ ഇട്ടാൽ വ്യൂസ് വരും എന്നുള്ളത്. പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ടപ്പം രണ്ടും കൽപ്പിച്ച് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ വ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ടൈമിൽ നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ഈവൻ ഫ്രണ്ട്സ് പോലും ഒരുപാട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എൻ്റെ മുമ്പിൽ വന്നിട്ട് ഓക്കെ കൊള്ളാം അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ബാക്കിൽ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയണ്ടായിരുന്നു. എനിക്ക് എൻ്റെ നാട്ടുകാരും കുടുംബക്കാരും പറയാനായിട്ടൊന്നും ഞാൻ വലിയ മെയിൻ ചെയ്തിരുന്നില്ല. പക്ഷേ ഫ്രണ്ട്സും കൂടെ ചിരിച്ച് കളിച്ച് നടന്നവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ഒരു ദിവസം, ഞാനിപ്പോഴും എനിക്ക് ആ രാത്രി ഓർമ്മയുണ്ട്, ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, എനിക്കിത് പറ്റണില്ല, എല്ലാവരും എന്നെ കളിയാക്കാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉമ്മ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യും, ഇമ്മ ഭയങ്കര സ്ട്രോങ് ആണ്. ഈ ഓരോ വാക്ക് കേട്ടിട്ട് ഈ തളർന്നു പോയാൽ, ഈ ഡൗൺ ആയാൽ, ഈ തോറ്റു പോകുകയുള്ളൂ ചെയ്യുക, എങ്ങനെയെങ്കിലും സക്സസ് ആവാൻ ഈ ശ്രമിക്കുമെന്ന് എനിക്ക് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇവരുടെയൊക്കെ സംസാരം കേട്ടിട്ട് ഞാൻ എന്തിനാ ഇവിടെ ഇത് ഡ്രോപ്പ് ചെയ്യണം, ഞാൻ എന്തിനത് ഗിവ് അപ്പ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. ഉള്ളിൽ എനിക്ക് സങ്കടം ഉണ്ടെങ്കിലും ഞാനത് നെവർ മൈൻഡ് എന്നുള്ള രീതിയിൽ ആര് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ബുദ്ധിമുട്ടോ എൻ്റെ കഷ്ടപ്പാടുകളോ ഞങ്ങളുടെ ഫാമിലീൻ്റെ ബുദ്ധിമുട്ടോ ഒന്നും ഈ പറയുന്നവർക്കോ കളിയാക്കുന്നവർക്കോ ഒന്നും അറിയില്ല. അങ്ങനെ പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ഞാൻ പിന്നെയും വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യൽ തുടങ്ങി. ഇനിയും ഞാനും വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ നമ്മൾ തമ്മിൽ നല്ല ബോണ്ട് വന്നിരുന്നു. അതിനു മുമ്പും ബോണ്ടില്ല എന്നല്ല, പക്ഷെ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തമ്മിൽ നല്ലൊരു ബോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്താലോ എന്ന് ഉമ്മ പറഞ്ഞിരുന്നു. അങ്ങനെ എനിക്ക് വലിയ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം വ്യൂസ് എന്തിട്ടിട്ടും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉമ്മയും ഞാനും തമ്മിലുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടു. അത് ആദ്യം ഇട്ടപ്പോൾ ഒരു 6 to 5K വ്യൂസ് അതിന് വന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് 500K പ്ലസ് ആയി. പിന്നെ വീണ്ടും നമ്മൾ അതേപോലത്തെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടു. അപ്പോൾ അതിന് 1 million വ്യൂസ്, അങ്ങനെ നമ്മളിടുന്ന വീഡിയോക്കൊക്കെ 1 million വ്യൂസൊക്കെ വരാൻ തുടങ്ങി. ഞാൻ എൻ്റെ ഉറക്കത്തിൽ കൂടി എൻ്റെ ചാനൽ വ്യൂസ്, എൻ്റെ വീഡിയോസിന് വ്യൂസ് കിട്ടും, എൻ്റെ ചാനൽ ഗ്രോത്ത് ആവും എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല.
അങ്ങനെ മെല്ലെ മെല്ലെ വീഡിയോസിലൊക്കെ വ്യൂസ് കയറി എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി. അങ്ങനെ എനിക്ക് എൻ്റെ ഫസ്റ്റ് റവന്യൂ കിട്ടി. അത് ഞാൻ നേരെ എൻ്റെ അമ്മയുടെ കയ്യിലാണ് കൊണ്ടുപോയി കൊടുത്തത്. അത് എൻ്റെ അമ്മയുടെ കൈ കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റൂല. അത്രക്കും എനിക്ക് സന്തോഷമായിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ അതിൻ്റെ ഇരട്ടി ഞാനിപ്പോൾ ഏൺ ചെയ്യുന്നുണ്ട്. ഞാനിത് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എനിക്കിത് പറ്റും എന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഡിഗ്രി BCom സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ യൂട്യൂബ് ഒരു പാഷനായിട്ട് കൊണ്ടുപോകുന്നതിൻ്റെ കൂടെ തന്നെ ഇതും എനിക്ക് എൻ്റെ സ്റ്റഡീസും ഒപ്പം കൊണ്ടുപോകണം എന്നുള്ളത് വാശിയായിരുന്നു. എന്നെ അവഗണിച്ചവരുടെ മുന്നിലും എന്നെ തള്ളി പറഞ്ഞവരുടെയൊക്കെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ ജയിച്ച് കാണിക്കണം എന്നുള്ളത് വളരെ വാശിയായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പം എൻ്റെ ഈ ചെറിയ പ്രായത്തിൽ ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. എൻ്റെ വാപ്പാക്ക് കടങ്ങളൊക്കെ വന്നത് എൻ്റെ വാപ്പാൻ്റെ കടങ്ങളൊക്കെ വീട്ടാൻ എനിക്ക് ഹെൽപ്പാക്കാൻ പറ്റി. എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും ഇനിയും കൊണ്ട് പറ്റുന്ന കുറേ ഗിഫ്റ്റുകൾ എനിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റി. എൻ്റെ കാര്യങ്ങൾ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിലൊക്കെ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇത് പക്ഷേ ഞാൻ എന്തെങ്കിലും എവിടെയെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും എൻ്റെ ഫാമിലിക്കുള്ളതാണ്. ഇന്നീകാട്ടിലും കൂടുതൽ ഓർക്കതിൽ ക്രെഡിറ്റ് ഉണ്ട്. കാരണം ഓർക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് ഒരു ബിഗ് നോ പറയായിരുന്നു. ഈ സൊസൈറ്റിയൊക്കെ പറയണത് കേട്ടിട്ട് ചെയ്യണ്ട, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്ന് ഓർക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറയായിരുന്നു. പക്ഷെ ഓരെൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞില്ല. എല്ലാവരും എന്നെ അവഗണിച്ചപ്പോഴും എൻ്റെ കൂടെ എൻ്റെ കൈ പിടിച്ച് നിന്നിരുന്നത് എൻ്റെ ഫാമിലി ആയിരുന്നു. എൻ്റെ ലൈഫിൽ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഒരിക്കൽ എന്നെ ഭയങ്കര വിശ്വാസമായിരുന്നു. ആ വിശ്വാസം ഞാനിപ്പോഴും ഈ നിമിഷം വരെ 100% പുലർത്തിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇപ്പോൾ കാണുന്ന ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പെൺകുട്ടിയാണ്, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെക്കാതിരിക്കുക. ഓർക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ആ കഴിവിന് എന്തെങ്കിലും ഒരു അവസരമെങ്കിലും ഓർക്ക് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് സോഷ്യൽ മീഡിയ എന്ന് മാത്രമല്ല, നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന് നെഗറ്റീവ്സ് പറയാനും പോസിറ്റീവ്സ് പറയാനും ഒരുപാട് പേരുണ്ടാകും. ചിലപ്പോൾ അതിന് നെഗറ്റീവ് പറയാനായിരിക്കും കൂടുതൽ പേരുണ്ടാവുക. അവർ ചിലപ്പോൾ നമ്മളെ പുച്ഛിക്കാനും അവഗണിക്കാനും നമ്മളെ കളിയാക്കാനും നമ്മളെ നോക്കി ചിരിക്കാനും ഒരുപാട് പേരുണ്ടാവും. അവരെന്ത് പറയും, ഇവരെന്ത് പറയും, ഓരിനെ പറ്റി എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. നമ്മൾ അവിടെ ഗിവ് അപ്പ് ചെയ്യാതെ ഓടിക്കൊണ്ടേ ഇരിക്കുക, ലക്ഷ്യം നോക്കി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. എന്നെങ്കിലും നമുക്കൊരു വെളിച്ചം കാണാതിരിക്കില്ല. ചിലപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ചിലപ്പോൾ നമ്മൾ നിലത്ത് വീഴേക്കാം, ചിലപ്പോൾ നമുക്ക് ഏറ് കൊണ്ടേക്കാം, അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരും. പക്ഷെ അവിടെ ഗിവ് അപ്പ് ചെയ്താൽ നമ്മൾ അവിടെ തോറ്റു പോകും. നമ്മുടെ കഴിവ് മനസ്സിലാക്കി ഓരോ അവസരം ഉപയോഗിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഇന്ന് എനിക്ക് പറ്റിയെങ്കിൽ നാളെ നിങ്ങൾക്കും പറ്റും. ഇപ്പോൾ ഇതൊക്കെ നടന്നുവെങ്കിലും എൻ്റെ ലൈഫിൽ ഇനിയും എനിക്ക് അച്ചീവ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ യൂട്യൂബ് ഒരു പാഷനായിട്ട് എൻ്റെ ലൈഫ് ലോങ് എൻ്റെ കൂടെ വേണമെന്നാണ് എനിക്ക് ആഗ്രഹം. പ്രൊഫഷണലി എനിക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളും അതിൻ്റെ കൂടെ ചെയ്യണം. ഇപ്പോൾ ഈ ജോഷ് ടോക്കിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനവും എൻ്റെ ഫാമിലീനെ ഓർത്തിട്ടാണ് എനിക്ക് ഒന്നുകൂടി അഭിമാനമുള്ളത്, എന്നേക്കാളും കൂടുതൽ. കാരണം ഓരില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വന്ന് നിൽക്കൂലായിരുന്നു. ഇവിടെ വരാൻ പറ്റിയാലും നിങ്ങളുടെ അടുത്ത് എൻ്റെ സ്റ്റോറി ഷെയർ ആക്കാൻ പറ്റിയാലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇംഗ്ലീഷ് പഠിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ തുടങ്ങും, എവിടെ നിന്ന് തുടങ്ങും എന്ന ചിന്തയിലാണോ നിങ്ങളും? ഇതിനായി ജോഷ് ടോക്സിന്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ കൃത്യമായ പരിശീലനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡെയിലി ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ലെസൺസോട് കൂടിയ അൺലിമിറ്റഡ് ആക്സസും നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ നിങ്ങളെ പോലുള്ള ലക്ഷക്കണക്കിന് ഇംഗ്ലീഷ് ലേണേഴ്സുമായി സംവദിച്ചുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. So, download the app today.